സാംസങ്ങിൻ്റെ സാംസങ് സെഡ് ഫ്ലിപ്പ് 7 എന്ന പുതിയൊരു ഫ്ലിപ്പ് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് സെഡ് ഫ്ലിപ്പ് 7 എന്നുള്ള ഫ്ലിപ്പ് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇത് ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ളിൽ 6.85 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പുറത്തും അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് 6.4 to 6.5 mm ആയിരിക്കും വരിക ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലൂ ഷാഡോ, ജെറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് കോഡ് റെഡ് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എക്സിനോസിൻ്റെ 2500 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് എക്സിനോസിൻ്റെ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള പ്രോസസ്സറിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കില്ല ഇതിൽ വരിക. അതിൻ്റെയൊക്കെ തൊട്ട് താഴെ വരുന്ന ഒരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കും ഈ ഒരു എക്സിനോസിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷൻ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ US സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്ലിപ്പ് ഫോണാണ്. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലാണ്. ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. പിന്നെ ഫ്രണ്ടിൽ 10 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആയിരിക്കില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 4174 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാവുന്നതാണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അവൻ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 9 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സാംസങ് ഒരു ഇവൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ആ ഒരു ഇവൻറ്റിലാണ് അവരുടെ ഫോൾഡ് ഫോണും ഫ്ലിപ്പ് ഫോണൊക്കെ ലോഞ്ച് ചെയ്യാറ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില 1425 യൂറോസ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 1,42,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില അത്രയും കൂടുതൽ വന്നോളണം എന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ സെഡ് ഫ്ലിപ്പ് 7 എന്ന പുതിയൊരു ഫ്ലിപ്പ് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.